ആങ്കറിംഗ് രംഗത്ത് പുതുതരംഗം സൃഷ്ടിച്ച രഞ്ജിനി ഹരിദാസിന് ഇന്ന് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട്. രഞ്ജിനി ഹരിദാസിനെ വെല്ലുന്ന ആങ്കർ ഇന്നും മലയാളത്തിലേക്ക് വന്നിട്ടില്ല എന്നാണ് ആരാധകർ പറയുന്നത്. രഞ്ജിനി ഹരിദാസിനെ പോലെ ഒരു ആങ്കറിനും ഇത്രയും ജനശ്രദ്ധ ലഭിച്ചിട്ടില്ല. ഒരു കാലത്ത് സിനിമാ താരത്തെ പോലെ ജനശ്രദ്ധ ലഭിച്ച താരമാണ് രഞ്ജിനി ഹരിദാസ്. ആങ്കറിംഗ് രംഗത്ത് ഇന്ന് രഞ്ജിനി സജീവമാണ്. എന്നാൽ ടെലിവിഷൻ ഷോകളിൽ രഞ്ജിനിയെ കാണാറില്ല. പലപ്പോഴും തൻ്റെ ജീവിതത്തെക്കുറിച്ച് രഞ്ജിനി ഹരിദാസ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. 43-കാരിയായ രഞ്ജിനി ഇപ്പോൾ വിവാഹത്തോട് മുഖം തിരിക്കുകയാണ്. ഇതേക്കുറിച്ച് മിക്ക ഇൻ്റർവ്യൂസിലും രഞ്ജിനിയോട് ചോദ്യം വരാറുണ്ട്. തനിക്കൊരു പങ്കാളിയുള്ള കാര്യം രഞ്ജിനി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളുകളായി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കൗതുകപരമായ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് രഞ്ജിനി ഹരിദാസ്. സ്വന്തം യൂട്യൂബ് ചാനലിലാണ് രഞ്ജിനി അഭിപ്രായം പങ്കുവച്ചത്. നല്ല സമയം ചീത്ത സമയം എന്ന കാര്യത്തെക്കുറിച്ച് താനിപ്പോൾ വിശ്വസിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ 2 ആഴ്ചയായി തൻ്റെ ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും തൻ്റെ സമയം വളരെ മോശമാണ്, ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങളാണെന്ന് രഞ്ജിനി പറയുന്നു. അമ്മയുടെ TV പൊട്ടിയതാണ് രഞ്ജിനി ആദ്യം ചൂണ്ടിക്കാണിച്ചത്. അതിനു മുമ്പ് തൻ്റെ വീട്ടിൽ തൻ്റെ ഹാളിലെ AC കേടായ കാര്യവും രഞ്ജിനി പറയുന്നു. അത് കഴിഞ്ഞ് ജിമ്മിലേക്ക് പോയപ്പോൾ ഒരു വണ്ടി റിവേഴ്സ് ചെയ്ത് ഇടിച്ചു. തൃശ്ശൂരിൽ ഷൂട്ടിന് പോകണം, പക്ഷെ ബാറ്ററി കേടായി. അങ്ങനെ അത് റിപ്പയറിന് കൊടുത്തു. വീട്ടിൽ പോയപ്പോൾ പ്രഷർ പമ്പ് വർക്ക് ചെയ്യുന്നില്ല. ഒരാഴ്ചയിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നു. ആരോ കണ്ണു വെച്ചിട്ടുണ്ട് എന്ന് ജാൻമണി പറഞ്ഞു. എൻ്റെ വീടിൻ്റെ സമയം മോശമാണെന്ന് പലരും പറഞ്ഞു. സമയം മോശമാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ അനിയൻ നാട്ടിലില്ല, വിവാഹം കഴിഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് പോയി, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. പേളിമാണി ഉൾപ്പെടെയുള്ള പ്രമുഖ ആങ്കർമാരെല്ലാം യൂട്യൂബ് ചാനലിൽ സജീവമാണ്. എന്നാൽ രഞ്ജിനി ഹരിദാസ് ഇടയ്ക്ക് മാത്രമേ വീഡിയോ പങ്കുവയ്ക്കാറുള്ളൂ. യൂട്യൂബ് ചാനൽ മുമ്പേ സജീവമാകേണ്ടതായിരുന്നു എന്ന് രഞ്ജിനി അടുത്തിടെ പറഞ്ഞിരുന്നു. 2006-2007 കാലഘട്ടത്തിൽ തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെന്നും തന്നോട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആവശ്യപ്പെട്ടു എന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു. പക്ഷേ അവൻ പറഞ്ഞത് അന്ന് കേട്ടില്ല. എന്ത് യൂട്യൂബ്, തനിക്ക് ഷോ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. എന്നാൽ 2020 കൊറോണ വന്ന സമയത്താണ് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നെന്നും അവൻ പറഞ്ഞത് എന്ത് സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് എന്ന് രഞ്ജിനി പറയുന്നു.